Assalamualaikum, welcome back to our channel. ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഈസി ഉണ്ടാക്കുന്ന ലസാനിയാണ്. ഞാൻ അതിനു വേണ്ടി ഇവിടെ 2 വലിയ തക്കാളി ബോയിൽ ചെയ്ത് എടുക്കുന്നുണ്ട്. ബോയിൽ ചെയ്യുന്ന സമയത്ത് 4 ഭാഗം ഇങ്ങനെ വരച്ചു കൊടുത്താൽ വേഗം നമുക്ക് ഇങ്ങനെ തൊലി പൊളിച്ച് കിട്ടും. സ്കിൻ റിമൂവ് ചെയ്തതിന് ശേഷം മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക. ഒരു ഫ്രൈ പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു ഗോൾഡൻ കളർ ആവുന്നേരം ഒന്ന് ചെറുതായി വഴറ്റിയെടുക്കുക. അത് വഴറ്റിയതിന് ശേഷം 1/2 കപ്പ് ഓണിയനും കൂടി ചേർത്ത് കുറച്ച് നന്നായി വഴറ്റുക. ഇനി അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ടൊമാറ്റോ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 1.5 ടീസ്പൂണ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്കും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിങ്ങനെ തിളച്ച് ഓയിൽ തെളിഞ്ഞ് വരുമ്പോഴാണ് ഇതിൻ്റെ പരുവം, ഇത് കംപ്ലീറ്റ് ആയ പരുവം. ഇനി അടുത്തായിട്ട് വീണ്ടും ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് 2 അല്ലി ഗാർലിക് ചെറുതായി അരിഞ്ഞത് നല്ല ഗോൾഡൻ കളറിലേക്ക് വരുന്നതിൽ വഴറ്റിയെടുക്കുക. അതിലേക്ക് 1/2 കപ്പ് ഉള്ളിയും 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. കൂടുതൽ കുക്കാവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് ചെറിയൊരു ടൊമാറ്റോ ചേർത്ത് കൊടുക്കണം. ടൊമാറ്റോ ചേർക്കുമ്പോൾ അതിൻ്റെ കുരുകളൊക്കെ കളഞ്ഞ് അതിൻ്റെ തടിച്ച ഭാഗം മാത്രം ഒന്ന് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം പരുവത്തിൽ വാട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് ചിക്കൻ ബോയിൽ ചെയ്തിരിക്കുന്നത് ടെർമറിക് പൗഡറും പെപ്പർ പൗഡറും ഉപ്പും ചേർത്ത് ബോയിൽ ചെയ്തെടുത്താണ്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച 2 ടീസ്പൂണ് റെഡ് സോസ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1.5 സ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇവിടെ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ റെഡിയാക്കുന്നത് വൈറ്റ് സോസാണ്. അടുത്ത് റെഡിയാക്കുന്നത് വൈറ്റ് സോസാണ്. അതിനു വേണ്ടി 3 സ്പൂണ് ബട്ടർ ഉരുക്കിയെടുത്ത് അതിലേക്ക് സ്പൂണ് മൈദ ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കുക, കട്ട പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അതിലേക്ക് 1 കപ്പോളം പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല ക്രീമി ആകുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ബിസ്ക്കറ്റ് ഇട്ട് ഇളക്കി കൊടുത്താൽ കുറച്ചും കൂടി നല്ല മറ്റേ ക്രീമി ടൈപ്പിൽ കിട്ടും. ഇതിലേക്ക് 1 ടീസ്പൂണ് ഒറിഗാനോ, 1 ടീസ്പൂണ് പെപ്പർ പൗഡർ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി സേവ് ചെയ്യുന്ന പാത്രത്തിൽ ഒരു ബട്ടർ പേപ്പർ യൂസ് ചെയ്ത് നന്നായി ഗീ ചുറ്റും തടവി കൊടുക്കുക. ഇതിവിടെ 4 ബ്രെഡ് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. സേവ് ചെയ്യുന്ന പാത്രത്തിൽ 4 ബ്രെഡ് ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ ബോർഡർ വേണമെങ്കിൽ കട്ട് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അതിൻ്റെ മേലെ വൈറ്റ് സോസിൻ്റെ ഒരു 1/2 പോർഷൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലെ റെഡ് സോസും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മേലെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ ഫില്ലിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ 80% ഇടുക. അതിന് മേലെ നമ്മളൊരു 200 ഗ്രാം ചീസ് എടുത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും അതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ച് സെറ്റ് ചെയ്യാം. അതിൻ്റെ മേലെ വീണ്ടും നമ്മൾ വൈറ്റ് സോസും റെഡ് സോസും ചീസും ഒന്ന് സ്പ്രെഡ് ചെയ്ത് നല്ല സെറ്റ് ചെയ്ത് വെക്കാം. മാറ്റി വെച്ച ഫില്ലിങ്സിൻ്റെ കുറച്ച് ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇവിടെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലേക്കായിട്ട് നമുക്ക് എന്തെങ്കിലും ഞാൻ ഇവിടെ മിൻറ്റ് ലീഫൊക്കെ വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചെമ്പ് എടുത്തിട്ട് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. അതിലേക്കൊരു കട്ടിയുള്ള ലിഡൊന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെയാണ് നമ്മൾ റെഡിയാക്കി വെച്ച ആ സംഭവം ബേക്ക് ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് റെഡിയാക്കി വെച്ച് നല്ല ടൈറ്റിന് മൂടി വെച്ചതിന് ശേഷം ആവിയൊന്നും പുറത്ത് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഒരു 20 മിനിറ്റ് ലൈറ്റ് വളരെ ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നല്ല എളുപ്പമല്ലേ, ഓവനൊന്നും യൂസ് ചെയ്യേണ്ട. നമ്മൾ സാധാരണ ഓവൻ ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.